കാരണം വിശാലമായ 5 ഏക്കറിൽ ജൈവ കൃഷി നടത്തുകയാണ് അവിടെ. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. കണ്ടില്ലേ, പച്ചയുടുത്ത് നിൽക്കുന്ന ഈ പാടം വെറുതെ കാണാൻ തന്നെ എന്തു രസമാണ്. ഇതിലിറങ്ങി പണിയെടുക്കാനും വിളവെടുക്കാനും അതിലേറെ രസമാണ്. ആ രസമാണ് കൂത്തുപറമ്പ് ഹൈസ്കൂളിലെ നല്ലപാഠം പ്രവർത്തകർ ആസ്വദിക്കുന്നത്. മണ്ണിനെ പറ്റിയും കൃഷിയെപ്പറ്റിയും ഇവർ പഠിക്കുന്നത് പുസ്തകം നോക്കിയല്ല, പാടത്തിറങ്ങി പണിയെടുത്തുകൊണ്ടാണ്. ഈ മണ്ണിനെയും മനുഷ്യനെയും തിരിച്ചറിയാനുള്ള ഒരു പാഠം, ആ ഒരു തിരിച്ചറിവിൻ്റെ പാഠമാണ് കൂത്തുപറമ്പ് ഹൈസ്കൂളിലെ പരിസ്ഥിതി ക്ലബ്ബ് നടത്തുന്നത്. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മണ്ണിനോടും മനുഷ്യനോടും നടക്കുന്ന ക്രൂരതകൾ, അത് കുട്ടികളിലേക്ക് ആ ക്രൂരതകൾ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അവരെ നല്ല പാഠത്തിലേക്ക് നയിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. 5 ഏക്കർ സ്ഥലത്താണ് പച്ചക്കറി കൃഷി. ഇവരുടെ പച്ചക്കറി പാടത്ത് ഇല്ലാത്ത വിളയൊന്നുമില്ലെന്ന് തന്നെ പറയാം. കഴിഞ്ഞ വർഷം 17 ഇനം പച്ചക്കറികൾ ഇവിടെ വിളഞ്ഞു, ധാരാളമായി. 1000-ഓളം വാഴക്കുലകളും കിട്ടി, ക്വിൻ്റൽ കണക്കിന് മറ്റു വിളകളും. ഈ കാർഷിക പ്രവർത്തനത്തിലൂടെ വളരെ നമുക്ക് നല്ല പഠനത്തിൻ്റെ എല്ലാ അറിവും ഈ കാർഷിക രീതിയിലൂടെ കിട്ടിയിട്ടുണ്ട്. അതുമാത്രമല്ല, നമ്മൾ മദ്യമെല്ലാം അവധിക്കാൻ കാലത്താണ് ഇവിടെ കൃഷി ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. 50ഓളം സ്ഥിരമായിട്ട് വരുന്ന കുട്ടികൾ ഇതിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. പൂർണ്ണമായും ജൈവകൃഷി രീതികളാണ് ഇവിടെ. ചാണകവും ചാരവും സ്കൂളിൽ തന്നെ ഉണ്ടാക്കുന്ന മണ്ണിര കമ്പോസ്റ്റ് വളവുമൊക്കെയാണ് ചെടികൾക്ക് ഭക്ഷണം. അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പിന്തുണയോടെ കുട്ടികൾ തന്നെ മിക്ക പണികളും ചെയ്യുന്നു. പഠനത്തിന് ബുദ്ധിമുട്ടൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒഴിവ് സമയങ്ങളിലാണ് കൃഷിയിലേക്ക് ഏർപ്പെടുന്നത്. അവധി ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിലും ബോയ്സാണ് അധികം നിൽക്കാറ്. സ്കൂൾ വളപ്പിൽ നടത്തി വിജയിപ്പിച്ച ശേഷമാണ് സ്കൂളിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്തേക്കും ഇവർ കൃഷി വ്യാപിപ്പിച്ചത്. വിളവെടുക്കാൻ മാത്രമല്ല ഈ കൃഷി, പരമ്പരാഗത കൃഷി രീതികളെയും വിത്തിനങ്ങളെയും അറിയാനും കൂടിയാണ്. അതിനായി വൈവിധ്യമാർന്ന വിളകളാണ് ഈ പാടങ്ങളിൽ വിളയുന്നത്. ഇവിടെ ഈ വർഷം ഞങ്ങൾ കൃഷി ചെയ്യുന്നത് ചാമ, മുത്താറി, ചോളം, തിന, വരക്, എള്ള്, കൂടാതെ മഞ്ഞൾ, ഇഞ്ചി, ചേന, ചേമ്പ്, കാച്ചിൽ, കൂവ, കൂർക്കില, നിലക്കടല തുടങ്ങിയവും 6 ഇനം നെല്ല് വളമാണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത്. സ്കൂളിലെയും കുട്ടികളുടെയും ആവശ്യങ്ങൾക്കാണ് കൃഷിഫലം ഉപയോഗിക്കുന്നത്, വിൽപ്പനയ്ക്കല്ല. സ്കൂളിന് കിട്ടുന്ന അവാർഡുകളുടെ തുക കൃഷിക്ക് ഉപയോഗിക്കും. കൃഷി വകുപ്പിൻ്റെ സഹായവുമുണ്ട്. കൃഷിക്ക് പുറമെ കോഴി വളർത്തലുമുണ്ട് സ്കൂളിൽ. അതും നോക്കി നടത്തുന്നത് കുട്ടികൾ തന്നെ. എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പഠിപ്പ് നമ്മൾ മോശമാക്കുന്നില്ല. അത് വൈകുന്നേരങ്ങളിൽ വന്ന് കോഴിക്ക് തീറ്റിടുകയും കോഴി ഫാമിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം 58 കോഴികളുണ്ട് ഇവിടെ. കോഴികളിൽ ഇപ്പോൾ ഏകദേശം ഒരു 20 എണ്ണം മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ മുട്ട നമ്മൾ സ്കൂളിലെ ആവശ്യത്തിനായിട്ട് തന്നെ ഉപയോഗിക്കുന്നത്, വേറെ പുറത്തെങ്ങും വിൽക്കാൻ ഉപയോഗിക്കുന്നില്ല. ഇത് സ്കൂൾ വളപ്പിൽ വച്ചുണ്ടാക്കിയ വനമാണ്. 160-ലധികം മരങ്ങൾ ഇവിടെ വച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. പരിസ്ഥിതി ദിനത്തിൽ കുട്ടികൾ നട്ടുപിടിപ്പിച്ചതിൽ 1600-ലേറെ മരങ്ങൾ നാട്ടിൽ വളർന്നു വരുന്നു. പാതയോരത്തും കുട്ടികൾ വച്ചുപിടിപ്പിച്ച ഔഷധ സസ്യങ്ങളും മരങ്ങളും തലയുയർത്തി നിൽക്കുന്നുണ്ട്. പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്കായി കൂടുതൽ കുട്ടികൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇങ്ങനെ ഒരു പരിസ്ഥിതി ക്ലബ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് കുട്ടികൾ പരിസ്ഥിതി ക്ലബിലേക്ക് പ്രവർത്തിക്കാൻ വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞപ്പോൾ അവർക്ക് താല്പര്യം തോന്നിയിട്ട്
പരിസ്ഥിതി വിജ്ഞാനം കൂട്ടാൻ പരിസ്ഥിതി ഉച്ചകോടി, പരിസ്ഥിതി പാർലമെന്റ്, കൃഷി പഠനയാത്ര, അങ്ങനെ പ്രകൃതിയുടെ നല്ല പാഠങ്ങൾ അറിഞ്ഞുകൊണ്ട് നാടിനെ അറിയിച്ചുകൊണ്ട് ഇവരുടെ നല്ല പാഠങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു നന്മയ്ക്ക് വേരോട്ടമുള്ള കൂത്തുപറമ്പ് സ്കൂളിൻ്റെ വളക്കൂറുള്ള മണ്ണിൽ. എങ്ങനെയുണ്ട് കൂത്തുപറമ്പിലെ കൃഷി? കൂത്തുപറമ്പിൽ മാത്രമല്ല, കോട്ടയത്തും കുട്ടികളുടെ കൃഷിപ്പണികൾ നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് പ്ലാസ്റ്റനാൽ സെയിൻറ്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ കൃഷിയിടത്തിലാണ്. ഇവിടെ കുട്ടികളുടെ നേതൃത്വത്തിൽ കള പറിക്കൽ നടക്കുകയാണ്.